നമ്മളെല്ലാവരും ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും പ്രതീക്ഷിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് IBPS PO അല്ലേ? IBPS PO പ്രൊബേഷണറി ഓഫീസർ 2025 നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ ഈ IBPS POയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഒരുപാട് സംശയങ്ങളുണ്ടാവും തുടക്കത്തിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. ഈ കൊല്ലം IBPS PO എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും എല്ലായ്പ്പോഴും. ഏജ് എത്രയാണ്, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് സാലറി, എങ്ങനെ ഇതേപോലെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടുകളെല്ലാം ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങളുടെ തീർന്നു കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ IBPS എന്ന് പറയുമ്പോൾ എത്ര ബാങ്കുകളിലേക്ക്, ഒരു ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണോ? അല്ല, 11 നാഷണലൈസ്ഡ് ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് IBPS നടത്തുന്നത്. നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങി നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഈ ബാങ്കുകളെല്ലാം ഫുള്ളി ഓൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ബാങ്കുകളാണ് ഈ 11 എണ്ണം. അപ്പോൾ നിങ്ങൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഈ 11 ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് IBPS PO നടത്തുക. ഇനി എല്ലാവർക്കും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡൗട്ട്, സർ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ പ്രായം 20-നും 30 വയസ്സിനും ഇടയിലായിരിക്കണം. 20 വയസ്സിൽ താഴാൻ പാടില്ല, 30 വയസ്സായിരിക്കണം. ജനറലുകാരുടെ കാര്യമാണ്, മാക്സിമം 30 വരുന്ന ജനറൽ. SC ST 5 ഇയേഴ്സ്, OBC 3 ഇയേഴ്സ്, PWD കാൻഡിഡേറ്റ്സ് 10 ഇയേഴ്സ്. അത് കൂടാതെ എക്സ് സർവീസ്മാൻ, ഡൈവോഴ്സ്ഡ് പേഴ്സൺസ്, വിഡോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയുള്ള എന്താണ് ഏജ് റിലാക്സേഷൻസ്, ഓൾറെഡി കിട്ടുന്ന ഏജ് റിലാക്സേഷൻസ് എല്ലാം എന്ത് ചെയ്യും? എല്ലാവർക്കും ലഭിക്കുന്നതാണ്. EWS കാർക്കും നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അവർ നമ്മളുടെ EWS വരുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള റിസർവേഷനാണ് EWS. ഓക്കെ, ബാക്കി ഈ പറഞ്ഞ SC ST കാർക്ക് 5 വർഷത്തെ റിസർവേഷൻ ഉണ്ട്. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC കാർക്ക് 33 വയസ്സ് വരെയും, PWD കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളൊരു ഡിഗ്രിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. MTech ആയിക്കോട്ടെ, അത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. BTech ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ മിനിമം മാർക്കൊന്നും പറയുന്നില്ല കേട്ടോ. IBPSന് മിനിമം മാർക്കൊന്നുമില്ല, ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ള രീതിയാണ്. ഗ്രാജുവേറ്റ് ആണെങ്കിൽ എനി ഡിസിപ്ലിൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജ് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി എന്താണ് സെലക്ഷൻ പ്രോസസ്സ്? പ്രധാനമായിട്ടും നമുക്ക് ഈ കാറ്റഗറികളാണ് വരുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈങ് നേച്ചറാണ്. നിങ്ങൾക്കൊരു പ്രിലിംസ് ഉണ്ടാവും. ആ പ്രിലിംസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്വാളിഫൈങ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? മെയിൻസ് ഉണ്ട്. മെയിൻസിലെ മാർക്കാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാം. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണ് വരിക? ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ. മെയിൻസ് ഇത്ര മാർക്കിലായിരിക്കും, ഇൻ്റർവ്യൂ ഇത്ര മാർക്കിലായിരിക്കും. അത് രണ്ടും കൂടി കമ്പൈൻഡ് ആക്കിയിട്ട് 100 മാർക്കിലായിട്ടാണ് നമുക്ക് എന്ത് വരിക? ഫൈനൽ സെലക്ഷൻ വരിക. അപ്പോൾ പ്രിലിംസിൻ്റെ മാർക്ക് ഇതൊരു ക്വാളിഫൈയിങ് ആയിട്ടാണ്. നിങ്ങൾ കുറച്ച് പിള്ളേരെ പിടിച്ച് പുറത്താക്കും അല്ലേ? പ്രിലിംസ് എഴുതുന്ന കുറച്ച് പിള്ളേരെ പിടിച്ച് പുറത്താക്കും. അതിനുശേഷം മെയിൻസ് നടത്തും. മെയിൻസിൻ്റെ മാർക്ക് ആവശ്യമുണ്ട്, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ആവശ്യമുണ്ട്. മെയിൻസിലെ മാർക്കിനെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിനെയും കമ്പൈൻഡ് ആക്കിയിട്ട് വെയിറ്റേജ് എടുത്തിട്ട് നമുക്ക് 100 കട്ട് ഓഫ് വരും. ഓക്കെ, ഇത്രയും കടമ്പകൾ നിങ്ങൾ ചാടിക്കിടക്കണം. ക്ലിയർ ആണല്ലോ? ഓൾറെഡി എക്സാം പാറ്റേൺ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുതിയ വന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് 100 ക്വസ്റ്റ്യൻ ആണ്, 60 മിനിറ്റ് ആണ് സമയം. അതിൽ 3 ആൾക്കാരാണുള്ള. ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് ഉണ്ട്. ഓക്കെ, ഇനി എല്ലാത്തിനും ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ 20 മിനിറ്റ് ഇംഗ്ലീഷ് ചെയ്തിരിക്കണം.
അതല്ലാതെ ഇംഗ്ലീഷ് 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. 20 മിനിറ്റ് കഴിയാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവില്ല. ഇപ്പോൾ 20 മിനിറ്റ് ഇംഗ്ലീഷ്, 20 മിനിറ്റ് ന്യൂമറിക്കൽ എബിലിറ്റി, 20 മിനിറ്റ് റീസണിങ്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് മാർക്കിൻ്റെയും. ഇംഗ്ലീഷ് 30, അതായത് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ബാക്കി രണ്ടും വരുന്നത് 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. നെഗറ്റീവ് മാർക്കും നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് മാർക്കും ഉണ്ട്. ക്ലിയർ അല്ലേ? സോ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചധികം ആൾക്കാരുണ്ട്. നോക്കാം നമുക്ക് എന്താണെന്ന്. മെയിൻസിൽ ജസ്റ്റ് ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു വിടാം. റീസണിങ് ഉണ്ട്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. 45 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 60 മിനിറ്റാണ് ഇൻഡിവിജ്വൽ ടൈമിങ്. ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 40 മിനിറ്റ് ടൈം. ഇതാണ് QA തന്നെയാണ്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ QA തന്നെയാണ്. 35 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 45 മിനിറ്റ് ടൈം. ജനറൽ എക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 35 മിനിറ്റ് സമയം. അപ്പോൾ ടോട്ടൽ നമുക്ക് 185 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ 200-ലാണ്. ചില ക്വസ്റ്റ്യൻസൊക്കെ 2 മാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ 3 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ ടൈം വരുന്നത്. എല്ലാത്തിനും ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. ദെൻ അത് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ, മാക്സിമം മാർക്ക് 25, 30 മിനിറ്റ്. ഇതും ഓൺലൈൻ മോഡ് തന്നെ ആയിട്ടാണ്. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇതിന് മുന്നത്തെ കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഈ വട്ടത്തെ നോട്ടിഫിക്കേഷനിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. സെയിം പാറ്റേൺ തന്നെയാണ് അവർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനുള്ള സാധ്യത. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്നറിയണം. ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം മെയിൻസ് കട്ട് ഓഫ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരിക. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ജോബ് റോൾ ആൻഡ് സാലറി. നമുക്ക് ജോലി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? സാലറിയാണ് അല്ലേ? സാലറിയാണ്. സാലറീനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതേപോലെ ജോബ് റോളിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കാം. ജോബ് റോള് കസ്റ്റമർ സർവീസ്. നിങ്ങൾ PO എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ ചെന്നു. അവിടെ ആദ്യം ക്യാഷിലിരിക്കുന്നത് ചിലപ്പോൾ ക്ലർക്കായിരിക്കും. അതിനപ്പുറത്തെ സൈനൊക്കെ, അതായത് ചെക്ക് മേടിച്ച് നോക്കിയിട്ട് ആ ഒരു ക്ലർക്ക് അത് വെരിഫൈ ചെയ്തിട്ട് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കും. അതാണ് ഓഫീസർ. സൈനിങ് അതോറിറ്റി ആർക്കാണോ അവരാണ് ഓഫീസർ. കസ്റ്റമർ സർവീസ്, ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് മീൻസ് എന്താണ്? ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാർ, അക്കൗണ്ട് തുടങ്ങാൻ വരുന്ന ആൾക്കാർ, ഡൗട്ടുകളായിട്ട് വരുന്ന അവരെ ഡീൽ ചെയ്യണം. മാനേജിങ് അക്കൗണ്ട്സ്, ഹാൻഡ്ലിങ് ക്യാഷ് ആൻഡ് ലോൺസ് ഹാൻഡിൽ ചെയ്യണം. ക്രോസ് സെല്ലിംഗ് ബാങ്കിങ് പ്രൊഡക്ട്സ്, ബാങ്കിങ്ങിൻ്റേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, സെല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. സൂപ്പർവൈസിങ് ബ്രാഞ്ച് ഓപ്പറേഷൻസ്. ഓഫീസർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് അല്ലേ? അപ്പോൾ ബ്രാഞ്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളിലെല്ലാം എന്തുണ്ടായിരിക്കണം? കൺട്രോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഓഫീസറുടെ ജോബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ 36,000 നമുക്ക് വരും. ഏകദേശം ഇൻ ഹാൻഡ് നിങ്ങൾക്ക് ഒരു 52,000, ഏകദേശം 45 to 52,000. ഓരോ ബാങ്കിലും അത് എന്ത് ചെയ്യും? വേരി ചെയ്യും കേട്ടോ. അതേപോലെ നിങ്ങൾ താമസിക്കുന്ന സിറ്റി ആണോ, മെട്രോപൊളിറ്റൻ സിറ്റി ആണോ, റൂറൽ ഏരിയ ആണോ, വില്ലേജ് ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് സാലറിയിൽ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടാവും. കാരണം നമുക്ക് അലവൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. മെട്രോപൊളിറ്റൻ ഇപ്പോൾ ബോംബെയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിലൊരു ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് റെൻറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, ലിവിങ് കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനിടയിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ട് സാലറിയിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി ഒരു 45,000-നും 52,000-നും ഇടയ്ക്ക് നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെയാണ് ഇൻ ഹാൻഡ് കിട്ടുക. പെട്ടെന്ന് തന്നെ സാലറിയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഹൈക്ക് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് ആ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ, എല്ലാ അലവൻസുകളും അതൊക്കെ കയറുമ്പോൾ തന്നെ കിട്ടും. മെഡിക്കൽ ഇൻഷുറൻസ് അലവൻസുകൾ തുടങ്ങി ഒരുപാട് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ഈ ജോലിയുടെ ഭാഗമായിട്ടുണ്ടാവും. സാലറി കൂടാതെ. ഓക്കെ അല്ലേ? അപ്പം ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ എങ്ങനെയാണ്. എല്ലാ കട്ട് ഓഫിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. ജനറലിൻ്റെ കട്ട് ഓഫ് ജസ്റ്റ് ഞാൻ പറയാം. അതിലും താഴെയായിരിക്കും ബാക്കിയുള്ള കട്ട് ഓഫ്. 2024 പ്രിലിംസിൽ ജനറലിന് വന്ന കട്ട് ഓഫ് 48.5 ആണ്. 48.5 ആണ്. 48.5. ബാക്കിയുള്ള കട്ട് ഓഫ്സ് ഒക്കെ അതിന് താഴെയാണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് മെയിൻസിൻ്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 225. നേരത്തെ പറഞ്ഞ എത്രയാ? 225-ലാണ്. മെയിൻസിന് വരുന്ന കട്ട് ഓഫ് എത്രയാണ്? ജനറലിന് 66.5 ആണ്. 66.5 ആണ് ടോട്ടൽ കട്ട് ഓഫ് വരിക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ദ മെയിൻസ് എക്സാം ഈസ് കണ്ടക്റ്റഡ് ഫോർ 225 മാർക്സ്. ഓൾസോ ദ ഇൻ്റർവ്യൂ ഈസ് കണ്ടക്റ്റഡ് ഫോർ 100 മാർക്സ്.
ദ ഫൈനൽ കട്ട് ഓഫ് ഈസ് സെറ്റ് ബൈ ദി കമ്പൈൻഡ് സ്കോർ ഓഫ് ദി മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ 80:20 റേഷ്യോയിലാണ് മാറ്റുക. മെയിൻസിൻ്റെ മാർക്ക് 80ലേക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 100 കണ്ടക്ട് ചെയ്തിട്ട് അതിന് 20ലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഇൻ്റർവ്യൂസ് കണ്ടക്റ്റഡ് 100 മാർക്സ്. അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ കട്ട് ഓഫ് ഉണ്ടാവും. ആ ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിന് എത്രയാണ്? 42.69 ആണ്. 42.69. EWSന് കട്ട് ഓഫിലും വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഫൈനല് 0.1 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം എന്താ? കാരണം 225 മാർക്കിന് ആണ് നമ്മൾ 80ലേക്കൊക്കെ മാറ്റുന്നത്, 100 മാർക്കിനാണ് 20ലേക്ക് മാറ്റുന്നത്. അപ്പോൾ കട്ട് ഓഫിലൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് IBPS PO പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് IBPS PO എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് IBPS കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി. കേരളത്തിൽ മാത്രം തന്നെ കിട്ടണമെന്നില്ല. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ കാനറ ബാങ്ക് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ റീജിയനിൽ നമ്മൾ കൂടുതൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുക കാനറ ബാങ്ക് ഒക്കെയാണ്. അതൊക്കെ നമുക്ക് സൗത്ത് റീജിയനിൽ തന്നെ കിട്ടും. ഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഈ പറഞ്ഞ നമ്മളുടെ ഈ മാസം എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായാലും ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള കുട്ടികൾക്കായാലും വർക്ക് ചെയ്യുന്നവർക്കായാലും എൻട്രിയിൽ എജുഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എജുഫെസ്റ്റ്? എജുഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ഓഫറുകളാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ്? ജോലി കിട്ടും വരെ പഠിക്കാം, ട്രിപ്പിൾ വാലിഡിറ്റി, അതായത് 1 ഇയർ ഗോൾഡ് ബാച്ചുകൾ. നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളുണ്ട്. അതായത് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് SSC, ബാങ്ക്, റെയിൽവേ എക്സാംസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് സിലബസ് സെയിം അല്ലേ? കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേരാണെങ്കിൽ ഈ 3 ഏജൻസികളും നടത്തുന്ന എക്സാമുകളും നമുക്ക് എഴുതാം. 25ലേറെ എക്സാംസിന് ഒറ്റ കോഴ്സ് മതി. ക്ലിയർ അല്ലേ പറഞ്ഞേ? അതാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സ് ഉൾപ്പെടെ ബാങ്ക് കോഴ്സുകൾ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാങ്ക് കോഴ്സുകളുടെ എലൈറ്റ് ബാച്ചുകൾ ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും എജുഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ട്രിപ്പിൾ വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഈ കൊല്ലം ഫുൾ സിലബസ് കവർ ചെയ്തു, അതിനുശേഷം 2 കൊല്ലം കൂടി എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല ഓഫറുകളാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത് കൂടാതെ നമ്മളുടെ ഇപ്പം ഞാൻ പറഞ്ഞു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്, അതേപോലെ വർക്കിംഗ് പ്രൊഫഷണലാണ്. ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് എന്താണ്? നമ്മളുടെ നൈറ്റ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകൾ, നൈറ്റ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ ക്രാഷ് ബാച്ചസ് ഉണ്ട്. ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാവർക്കും എന്താണ്? നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളായാലും അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ബാച്ചുകളും നമുക്ക് എന്തുണ്ട്? എൻട്രിയിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മളുടെ ബാച്ചുകളെ കുറിച്ച് ഒരു ഐഡിയ. നമുക്ക് 4 ലെവലായിട്ടാണ് നമ്മളുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു തുടക്കക്കാരൻ ഇങ്ങോട്ടേക്ക് വരാണ്, ആൾക്ക് ഒന്നും അറിയില്ല. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് കൊടുക്കും. A to Z കാര്യങ്ങൾ ലെവൽ 1 എന്ത് ചെയ്യും? സിലബസ് ഫുള്ള് കവർ ചെയ്യും. അതിനുശേഷം അവർക്ക് വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ചിലർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരിക്കും, കോണ്ടിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ വീക്കർ സെക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് സെപ്പറേറ്റ് കോച്ചിങ് കൊടുത്ത് അവരവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ലെവൽ 2. ഒപ്പം തന്നെ ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മളുടെ ഈ എക്സാമുകളുടെ എല്ലാം, കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സ്പീഡ് ആൻഡ് ആക്യുറസി നമ്മൾ ലെവൽ 2 ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് ലെവൽ 2 നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 3ലേക്ക് വരാണെങ്കിൽ മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനാണ്, അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ. മെയിൻസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ജോലിയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലെവൽ 3 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനാണ്. ബാങ്ക് എക്സാംസിനും ഇൻഷുറൻസ് എക്സാംസിനൊക്കെ ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ലെവൽ 4 നമ്മൾ ഇൻ്റർവ്യൂ കോച്ചിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സാണ് A to Z കാര്യങ്ങൾ. നിങ്ങൾ വൺസ് ആ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇൻ്റർവ്യൂ കോച്ചിങ് വരെ ലഭിച്ചിട്ടാണ് നിങ്ങൾ പുറത്ത് പോവുക. കൂടാതെ ഇതിൻ്റെ ഒപ്പം ഫുൾ ടൈം മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്, റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ, ജോലി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ഈ 2 ഫേസുകൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് റിപ്പോർട്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേപോലത്തെ കോഴ്സുകളാണ് എജുഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത്. അതുകൂടാതെ എന്താണ്?
എക്സ്ട്രാ 2 ഇയർ വാലിഡിറ്റി കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ഇതാ കിടക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ലിങ്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? IBPS PO A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡിഗ്രി ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് 30 വയസ്സ്, ജനറലുകാർക്ക്, SC/ST ആൾക്കാർക്ക് 5 വർഷത്തെ റിസർവേഷൻ, OBC 3, PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം. നിങ്ങളുടെ ഡിഗ്രിക്കാരനാണോ, ഏത് ഡിസിപ്ലിനായാലും ഏത് കോഴ്സാണ് ഡിഗ്രി പഠിച്ചതിനും പ്രശ്നമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പ്രിലിംസും മെയിൻസും ഒരു ഇൻ്റർവ്യൂവും കടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ജോലിയിലേക്ക് എത്തും. 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് IBPS PO 2025 നടത്തുന്നത്. അതിനു വേണ്ടി നിങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ട് റെഡി ആയിട്ടിരിക്കണം. ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യണം? പഠനം തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വന്നിട്ടിരുന്ന് പഠിക്കാന്നാണോ വിചാരിക്കുന്നത്? അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം എന്താ? നമുക്ക് വളരെ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഉഷാറായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. അപ്പം ഇക്കൊല്ലം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നാഷണലൈസ്ഡ് ബാങ്കിലെ പ്രൊബേഷണറി ഓഫീസർ ആവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.